السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് സുമ്മ യുദ്ലിക്കുൽ മഹല്ല ബിൽ മാഇ ബി ബാത്തിനി ഇസ്ബാഇ എന്നാണ്. എങ്ങനെയാണ് മനോഹരം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതാണ്. അതിൻ്റെതായ രീതികൾ പറയാണ്. മഹല്ലിനെ, നജസായ മഹല്ലിനെ തേച്ച് കഴുകണം വെള്ളം കൊണ്ട്, വിരലിൻ്റെ പള്ള കൊണ്ട് എന്നാണ് പറയുന്നത്. വിരലിൻ്റെ പള്ള കൊണ്ട് തേച്ച് കഴുകണം. ഓക്കെ. ഔ ഇസ്ബഅൈനി അല്ലെങ്കിൽ 2 വിരലിൻ്റെ, ഔ സലാസിൻ അല്ലെങ്കിൽ 3 വിരലിൻ്റെ, ഇനി ഇഹ്താജ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ. ഇനി യുസ്ഇദുർ റജുലു ഇസ്ബഅഹുൽ വുസ്താ അലാ ഗൈരിഹ ഫി ഇബ്തിദാഇൽ ഇസ്തിൻജായി. ഒരു പുരുഷൻ, സ്ത്രീയല്ല, അവൻ്റെ നടുവിരലിനെ കയറ്റണം അലാ ഗൈരിഹ മറ്റു വിരലിൻ്റെ മേലിൽ. അങ്ങനെ കയറ്റിങ്ങോട്ട് അമർത്തുക. യുസ്ഇദുർ റജുലു ഇസ്ബഅഹു. ചില ആൾക്കാർ ഉയർത്തലാണ്, അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അലാ ഗൈരിഹ മറ്റു വിരലിൻ്റെ മേൽ കുറച്ച് ഇങ്ങനെ കയറ്റിങ്ങനെ വെക്കുക. ഫിബ്തിദായിൽ ഇസ്തിൻജായി വെള്ളത്തിൻ്റെ തുടക്കത്തിൽ. അതിനവർ കാരണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തടവുകയാണല്ലോ, അപ്പോൾ അങ്ങനെ തടവുമ്പോൾ വെള്ളം മറ്റു ചില ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. വെള്ളം ഇങ്ങനെ തടവുമ്പം മഹല്ലിനെ തേച്ച് കഴുകുകയാണല്ലോ. ഇങ്ങനെ തേച്ച് കഴുകുമ്പോൾ വിരലിനെ ഇത് പറഞ്ഞ ഇസ്ബാഹുൽ വുസ്ത അല ഗൈരിഹ, പള്ളോണ്ടാണല്ലോ തേച്ച് കഴുകുന്നത്. അപ്പം കുറച്ചിങ്ങനെ കയറ്റിങ്ങനെ വെച്ചിട്ടെങ്കിൽ എന്താവില്ല, ആ വെള്ളം ഇങ്ങനെ മറ്റുള്ള ഭാഗത്തേക്ക് പോലെ അവിടെ തടഞ്ഞിങ്ങനെ ഒഴിവായി പോയിക്കോളും, ഉണ്ടാവുമല്ലോ. പക്ഷെ ഇങ്ങനെ പൊന്തിച്ച് വെച്ചാലേ. ഇസ്ഇദുർ റജുലു ഇസ്ബാഹുൽ വുസ്ത അല ഗൈരിഹ, കുറച്ചിങ്ങനെ കയറ്റി വെക്കുക. ഫിബ്ത ഇസ്തിജാവിൻ്റെ തുടക്കത്തിൽ. അതെന്തിനാ വെച്ചാൽ വെള്ളം എല്ലാ ഭാഗത്തേക്കും കൊണ്ട് പരക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ വെള്ളം കൊണ്ട് ഇങ്ങനെ കഴുകുമ്പോൾ ഒന്നായിട്ട് വെള്ളം ഇങ്ങനെ പോകില്ലേ, അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ കയറ്റി വെച്ചാൽ എന്താവും, വെള്ളം മറ്റുള്ള ഭാഗത്തേക്ക് പോകില്ല. അങ്ങനെ വേണ്ടെന്ന് പറയുന്ന ഹനഫി ഫുഖഹാക്കളുണ്ട്. സുമ്മ യുസ്ഇദു ബിൻസറഹു സുമ്മ ഖിൻസറഹു. പിന്നെന്ത് ചെയ്യുക, അവൻ്റെ ബിൻസർ പറഞ്ഞാൽ ഈ വിരലിനാ പറയാം, അത് കയറ്റി വെക്കുക. സുമ്മ ഖിൻസറോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിരലും കയറ്റി വെക്കുക. അപ്പം അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണ് ആവത്. എങ്ങനെയൊക്കെയാണ് ഉസ്താദ്മാരത് ചെയ്യൽ? വലാ യഖ്തസിറു അലാ ഇസ്ബഅഇൻ വാഹിദിൻ, ഒരൊറ്റ വിരലിൽ എന്താക്കരുത്, ചുരുക്കാൻ പാടില്ല. ഒറ്റ വിരൽ പോരാ. വാത്തിന് ഇസ്ബഅഇൻ ഔ ഇസ്ബഅൈനി ഔ സലാസിൻ ഇൻ ഇഹ്താജ. വലാ യഖ്തസിറു അലാ ഇസ്ബഅഇൻ വാഹിദത്തിൻ. അതിനവർ കാരണം പറയുന്ന ഒറ്റ വിരലുകൊണ്ട് ചെയ്താൽ അതുകൊണ്ട് രോഗം ഉണ്ടാവും എന്നൊക്കെയാണ് തവീൽ കാരണം പറയുന്നത്. ഇതും കൂടി പറയാം. വൽ മർഅതു തുസ്ഇദു ബിൻസറഹ, സ്ത്രീ അവളെ ബിൻസറാണ്. ഇത് ഖിൻസർ എന്ന് പറയുന്നത്, ബിൻസർ എന്ന് പറയുന്നതിന്, ബുസ്ത എന്ന് പറയുന്നതിന്, സബ്ബാബത്ത് അറിയുന്നതിന്, ഇബ്ഹാം എന്നും പറയും. അങ്ങനെ 5 പേരാണല്ലോ. ഇത് ഖിൻസർ, ഇത് ബിൻസർ, ഇത് ഇബ്ഹാം, ഇത് സബ്ബാബത്ത്, ഇത് ഇബ്ഹാം, ചെറുവിരൽ ഖിൻസർ. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യും, ബിൻസറിനെയാണ് തുസ്ഇദു.
ഇനി ഇത് നിങ്ങൾക്ക് ഉസ്താദുമാരൊക്കെ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ ഈ രീതി ചെയ്യേണ്ട രീതി നിങ്ങൾക്ക്? അല്ലേ? അപ്പോൾ ചിലവർ പറയുന്ന അയിമക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നാണ്, ചിലവർ പറയുന്ന ഉയർത്തി പിടിക്കണം എന്നൊക്കെയാണ്. ഇസ്ഇദുർ റജുലു ഇസ്ബാഹുൽ വുസ്ത അലാ ഗൈരിഹ, അതിൻ്റെ മേൽ കയറ്റുക, അവിടെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ആയാൽ പിന്നെ കിട്ടൂലല്ലോ. ഒട്ടം പോലെ 2-3 വിരൽ ഉപയോഗിക്കുമ്പോഴേ 2-3 വിരൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ എങ്ങനെ പിടിച്ചാൽ പറ്റില്ലല്ലോ. ഇതും ചേർത്ത് പിടിക്കുക എന്നതിന് അർത്ഥമുള്ളൂ ശരിക്ക്, കൂട്ടിപ്പിടിക്കുക എന്നർത്ഥത്തിന്. ഏതായാലും ഇതിനെ കാരണം പറയുന്നത് ഈ വിരലുകളെ കൂട്ടിച്ചേർക്കണമെന്ന് പറയാൻ കാരണം വെള്ളം, നജസായ വെള്ളം ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് പരക്കാതിരിക്കാൻ വേണ്ടി എന്നാണ്. ഒരു വിരൽ 2 വിരലൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിട്ടുപിരിച്ചുകൊണ്ടായി കഴിഞ്ഞാൽ വെള്ളം എല്ലായിടത്തേക്കും പോകുമല്ലോ. അപ്പം അങ്ങനെ അനുവദിക്കുമ്പോൾ നന്നായിട്ട് കൂട്ടി പിടിക്കുക തന്നെ. ബിൻസർ 2ാമത്തെ വിരൽ. ഇനി വൈബാലിഗുൽ മുസ്തൻജി ഫി തൻളീഫി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായ രീതിയിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് വേണ്ടതെന്നുള്ളത് വലിയ കിതാബ് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തഹഖീഖ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2-3-4 വട്ടം നോക്കിയാൽ കിട്ടും. വൈബാലിഗുൽ മുസ്തൻജി ഫി തൻളീഫി, ഇസ്തിൻജാ ചെയ്യുന്നയാൾ വൃത്തിയാക്കുന്നിടത്ത് ശക്തമായ രീതിയിൽ വൃത്തിയാക്കണം. ഹത്താ യഖ്ത റായിഹത്തൽ കരിഹ, ദുർഗന്ധത്തെ മുറിക്കുന്നത് വരെ. അപ്പോൾ നന്നായിട്ട് എന്താക്കണം? വൃത്തിയാക്കണം. അതായത് എണ്ണം പറത്തിയാൻ പറയണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന് സമാധാനം കിട്ടുന്നവരെ എന്ന് പറഞ്ഞില്ലേ, തത്മഇന്നൽ ഖൽബ് പറഞ്ഞില്ലേ, അതാണ് മുബാലഗത്ത്. ഇബാലിഗുൽ മുസ്തൻജി ഫി തൻളീഫ്, ഇസ്തിൻജാ ചെയ്യുന്ന ആൾ നന്നായിട്ട് വൃത്തിയാക്കണം. ഇതിനാ ബാലഗ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തക്ഫീറും തഗ്ലീബും ശിദ്ദത്തും കാണിക്കുന്നതിനാണ് ഇബാലിഗു എന്ന് പറയാം. ഫി ഇർഖാഇൽ മിഖ്അദത്തി, ഈ മിഖ്അദത്തിൽ നിന്ന് നജസിനെ നീക്കുന്നതിൽ മുബാലഗത്ത് കാണിക്കണം. അതായത് ഈ ഫർജിൻ്റെ ആ കൂടുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനാണ് മിഖ്അദത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ചന്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ വിടവുണ്ടല്ലോ, അവിടെ നജസ്സുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ വിടവുകളിൽ പിന്തുവാരത്തിന് ഇർഖാഇ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നജസിനെ ഒഴിവാക്കുക. ഇസ്തിബറാഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പ്രയോഗമാണത്. ഇസ്തിബറാഗ് എന്ന് പറഞ്ഞില്ലേ, അതന്നെ ഇർഖാഗ്. അപ്പോൾ പിന്തുവാരത്തിൻ്റെ അവിടെ എന്താവും? കുറേ ചുളിവുകളുണ്ടാവും. അത് ഇർഖാഗ് ചെയ്യുന്നത് നന്നായിട്ട് ഇർഖാഗ് ചെയ്യണം, നന്നായിട്ട് നെക്കി പിഴിഞ്ഞിട്ട് ഒഴിവാക്കണം. ഇല്ല മെക്കുൻ സ്വായിവൻ, നോമ്പുകാരനല്ലെങ്കിൽ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നോമ്പുകാരൻ അല്ലെങ്കിൽ. കാരണം നോമ്പുകാരൻ അവിടെ നിന്നൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വിരൽ പോവും. അപ്പം എന്ത് ചെയ്യും? നോമ്പ് മുറിഞ്ഞു പോകും. നോമ്പുകാരൻ അല്ലെങ്കിൽ മുബാലഗത്ത് ചെയ്യണം. വിരൽ ഉള്ളിലേക്ക് പോയാലേ വുളു മുറിയും. അപ്പം മുബാലഗത്ത് വേണ്ട. ഫൈദാ ഫറഹ, അങ്ങനെ ഇസ്തിൻജ വെള്ളം കൊണ്ടുള്ള മനോഹരം കഴിഞ്ഞാൽ ഖസല യദഹു സാനിയ, 2ാമത് കൈ കഴുകണം. വനശഫ മിഖ്അദതഹു, അവൻ്റെ ചന്തി അവൻ ഒരു സീലോണ്ട് തുടക്കുകയും വേണം. ഖബലൽ ഖിയാമി, എണീക്കുന്നതിന് മുമ്പ്. കാരണം വെള്ളം ഉള്ളിലേക്ക് പോകുമെന്ന് കരുതിയിട്ട്. എപ്പോൾ? നോമ്പുകാരനാണെങ്കിൽ. നമ്മളിപ്പം ഇർഖായിൽ എന്ത് വേണ്ട? മുബാലഗത്ത് വേണ്ട നോമ്പുകാരൻ എന്ന് പറയാൻ കാരണം എന്താ? വെള്ളം ഉള്ളിലേക്ക് പോകും എന്നുകൊണ്ടാണല്ലോ. അതേപോലെ നോമ്പുകാരനാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒന്ന് തുടക്കും വേണം വെള്ളം കൊണ്ട്. കാരണം ഉള്ളിലേക്ക് വെള്ളം പോകാൻ സാധ്യതയുണ്ട്. വനശഫ മിഖ്അദതഹു ഖബലൽ ഖിയാമി, എണീക്കുന്നതിന് മുമ്പ് അവൻ്റെ ചന്തി അവൻ തുടക്കണം. കാരണം എണീക്കുമ്പോൾ എന്താവും? ചന്തിന് വെള്ളം ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. എപ്പോൾ? നോമ്പുകാരനാണെങ്കിൽ. ഓക്കെ.
അല്ലെങ്കിൽ കൈകൊണ്ട് തുടച്ചാലും മതിട്ടോ. ശീലം കൊണ്ട് തുടക്കുക എന്നൊന്നും അർത്ഥമല്ല. വെള്ളം ഉണ്ടാവരുത്, വെള്ളമൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ നോമ്പുകാരൻ. ഓക്കെ. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ശീലം അങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ ബാത്റൂമും കാര്യങ്ങളിലപ്പോൾ എല്ലായിടത്തും കടലാസും ശീലമൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ വെള്ളം ബാക്കിയാക്കരുത്, തുടച്ച് നല്ല വൃത്തിയാക്കണം. ഫസ്ലുൻ, മനോഹരം ചെയ്യൽ അനുവദനീയമായ സാധനം ഏതൊക്കെയാണ്, കറാഹത്ത് ഏതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പാഠാണ്. ലാ യജൂസു കശ്ഫുൽ ഔറത്തിൽ ഇസ്തിൻജായി, മനോഹരം ചെയ്യാൻ വേണ്ടി ഔറത്ത് വെളിവാക്കൽ ജായിസല്ല. കാരണം ഹറാമാണ്. ഔറത്ത് വെളിവാക്കൽ ഏതാണ്? ഹറാമാണ്. അപ്പം പിന്നെ എന്താക്കണ്ട, ഒരു സുന്നത്ത് എടുക്കാൻ വേണ്ടി ഒരു ഹറാമ് ചെയ്യണ്ടല്ലോ. ഒരു സുന്നത്ത് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണ്ട? ഹറാമ് ചെയ്യണ്ട. അതായത് വസ്ത്രത്തിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടാണ് മനോഹരം ചെയ്യേണ്ടത്, ഔറത്ത് വെളിവാക്കാൻ പറ്റില്ല. കാരണം മനോഹരം ചെയ്തില്ലെങ്കിൽ നിസ്കാരം സ്വഹിയാകും. ഇനി നോക്കി, വൈൻ തജാവസത്തിൻ നജാസത്ത് മഖ്റജഹാ വ സാദൽ മുതജാവിസു അലാ ഖദ്രി ദിർഹമി ലാ തസിഹു മഅഹു സ്വലാത്തു. പക്ഷേ ഞാൻ പറഞ്ഞ എന്തപ്പോൾ, ഒരാൾ മനോഹരം ചെയ്തു, മൂത്രയിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്തു, ശുദ്ധിയാക്കിയെങ്കിൽ നിസ്കാരം സ്വഹിയാകും. അതുകൊണ്ട് തന്നെ ഔറത്ത് വെളിവാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മനോഹരം ചെയ്യാന്നാൽ മതി. അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഉള്ളുകൂടെ മനോഹരം ചെയ്യാണ് വേണ്ടത്. അതെപ്പോഴാണ്? നജസ് അതിൻ്റെ സ്ഥാനം വിട്ട് ഒരു ദിർഹമിൻ്റെ അളവോളം പരന്നിട്ടില്ലെങ്കിലാണ്. ഒരു ദിർഹമിൻ്റെ അളവോളം പരന്നിട്ടില്ലെങ്കിലാണ്. വൈൻ തജാവസ് നജാസത്ത് മഖ്റജ, ഇനി നജസ് പുറപ്പെട്ട സ്ഥലവും കടന്നു പോയാൽ, വസാദൽ മുതജാവിസു അലാ ഖദ്രി ദിർഹമി, അങ്ങനെ ആ മുതജാവിസ് ഒരു ദിർഹമിൻ്റെ അളവിനേക്കാൾ കൂടി. മുതജാവിസ് എന്താക്കി? ഒരു ദിർഹമിൻ്റെ അളവിനേക്കാൾ കൂടി. ഇപ്പോൾ കാസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു ദിർഹമിൻ്റെ അളവ് എത്ര ഉണ്ടാവും നോക്കുക, ഒരു 3 ഗ്രാമെങ്കിൽ 3 ഗ്രാം. മൂത്രമൊക്കെ ആണെങ്കിൽ ഒരു ദിർഹമിൻ്റെ വലിപ്പം നോക്കിയാൽ മതി, കനം നോക്കണ്ട, അളവ് നോക്കിയാൽ മതി. കാഷ്ടം പോലെയുള്ളത് അളവാ നോക്കുക, മൊത്തം തൂക്കാണ് നോക്കുക. മൂത്രം പോലെയുള്ളത് ഒരു ദിർഹമിൻ്റെ അളവാ നോക്കുക. അപ്പോൾ ഒരു ദിർഹമിനേക്കാൾ കൂടുകയും ചെയ്താൽ ലാ തസിഹു മഅഹു സ്വലാത്ത്, അതോടുകൂടെ നിസ്കാരം സ്വഹിയാകുന്നതല്ല. കാരണം നമ്മൾ അഫു ഉണ്ട് എന്ന് പറയും. ഒരു ദിർഹമിൻ്റെ അളവ് എന്തായിട്ട് നേരത്തെ അഫു ഉണ്ടല്ലോ ഹനഫി മദ്ഹബിലെ. ഷാഫി മദ്ഹബിൽ ഒരു പൊടി പോലും അഫുവില്ല. ഹനഫി മദ്ഹബിൽ എന്തുണ്ട്? ഒരു ദിർഹമിൻ്റെ അളവ് നജസ് മാപ്പുണ്ട്. അങ്ങനെ വന്നാൽ ലാ തസിഹു മഅഹു സ്വലാത്ത്, നിസ്കാരം സഹിയാകൂല. എപ്പോഴാണ് സഹിയാകാതെ? ഇതാ വജിതമായി സീലുഹു, അതിന് നീക്കം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ. എപ്പോഴാണ് നിസ്കാരം സഹിയാത്ത? ഇതാ വജിതമായി സീലുഹു, അതിനെ നീക്കം ചെയ്യുന്ന വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദ്രാവകമൊക്കെ മതിയല്ലോ ശുദ്ധിയാക്കാൻ, കിട്ടിയാൽ. ഇനി വയഹ്താലു ഇസാലത്തിഹി മിൻ ഗൈരി കശ്ഫിൽ ഔറത്തി ഇൻദ മൻ യറാഹു, ഔറത്ത് കാണുന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഔറത്ത് കാണാതെ നജസ് നീക്കാൻ വേണ്ടി അവൻ തന്ത്രങ്ങൾ പ്രയോഗിക്കണം. വയഹ്താലു, അവൻ തന്ത്രം നടത്തണം. സാധിക്കുമെങ്കിൽ ഔറത്ത് വെളിവാക്കുക എന്നുള്ള ഹറാമല്ലേ. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ശുദ്ധിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? ഇഹ്തിയാൽ ചെയ്യുക. ഇഹ്താല എന്ന് പറഞ്ഞാൽ അതിനുള്ള ഹീലത്ത് കാണിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, വസ്ത്രത്തിൻ്റെ അടിയോടൊക്കെ കൈയിട്ടിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞില്ലേ. വെഹത്താൽ ഇൻസാലത്തിഹ, നീക്കം ചെയ്യാൻ വേണ്ടി അവൻ തന്ത്രം കാണിക്കണം. മിൻ ഗൈരി കശ്ഫിൽ ഔറത്തി, ഔറത്ത് വെളിവാക്കാതെ. ആരെടുത്ത്? ഇന്ദ മൻ യറാഹു, കാണുന്ന ആൾക്കാരെടുത്ത്. കാരണം ഹറാമായ കാര്യം ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇക്റഹു അത് കഴിഞ്ഞിട്ടോ. എന്താണ് ഇപ്പോൾ തന്ത്രം കാണിക്കൽ? എങ്ങനെ ആൾക്കാർ അതിപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നടത്താം. ആൾക്കാർ കാണാത്ത കോലത്തിൽ എവിടെയെങ്കിലും മറച്ച് പിടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക? പരമാവധി ഉള്ളുകൂടെ കൈയിട്ടിട്ടോ അതൊക്കെ ചെയ്യാം. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. കാരണം മഹ്റജിലുള്ള സാധനത്തിന് ഈത്തിബാറില്ല എന്നുള്ളതാണ് നമ്മളെ മദ്ഹബ്. ആ പുറപ്പെട്ടു കൊടുത്തുള്ള ആ നേസോടെ ഉണ്ടായി നിർത്തിയിട്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മഹ്റജും വിട്ട് കിടക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ സാധിക്കെങ്കിൽ ഔറത്ത് വെളിവാകാത്ത രീതിയിൽ നീക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തന്ത്രകുന്ത്രമൊക്കെ നടത്തുക.
ഇനി വയുക്റഹുൽ ഇസ്തിൻജാഉ ബിഅദ്മിൻ, എല്ലുകൊണ്ട് മനോഹരം ചെയ്യൽ കറാഹത്താണ്. അടുത്ത എന്താണ്? വായിച്ചോളൂ. എല്ല് ജിന്നുകളെ ഭക്ഷണമാണ്. എല്ല് എന്ന് പറയുന്നത് ജിന്നുകളെ ഭക്ഷണമാണ്. ജിന്നുകൾക്ക് കിട്ടുമ്പോൾ, ആ എല്ല് കിട്ടുമ്പോൾ അവർക്ക് ഭക്ഷണമായിട്ട് മാറുന്ന റസൂലുള്ളാഹിന്റെ മുഇസത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഇസത്താണ്. നമ്മൾ എടുത്തെറിയുന്ന എല്ലില്ലേ, അത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭക്ഷണം, അവരെ മുന്നിലെത്തുമ്പോൾ അത് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണമായിട്ട് മാറും. അതുപോലെ തന്നെ റൗസ് കൊണ്ടും മനോഹരം ചെയ്യാൻ പാടില്ല എന്ന കാഷ്ടം കൊണ്ട്, ഉണക്ക കാഷ്ടം കൊണ്ട്. കാരണം അത് അവരെ മൃഗങ്ങൾക്കുള്ള പുല്ലാണ്. ആ കാഷ്ടമാണെങ്കിൽ പോലും മൃഗങ്ങളെ മുന്നിലെത്തുമ്പോൾ അത് പുല്ലായിട്ട് മാറും. പുല്ലാണല്ലേ കാഷ്ടമായിട്ട് മാറുന്നത്. ജിന്നുകളുടെ മൃഗങ്ങളെ മുന്നിലെത്തുമ്പോൾ വീണ്ടും അത് പുല്ലായിട്ട് മാറും. മുഇസത്താണ്. താഴമില്ല ആദമിയൻ ഔ ബഹീമത്തിൻ, മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ഭക്ഷണം കൊണ്ട് മനോഹരം ചെയ്യാൽ കറാഹത്താണ്. ഓക്കെ. അടുത്തത് ഫഹ്മിൻ, കരിക്കട്ട കൊണ്ടും, അല്ല അതിനോട് ഹസഫുണ്ട്, ചെറിയ ചിരലിക്കല്ല് കൊണ്ടും. ചെറിയ ചിരൽക്കൊണ്ട് മനോഹരം ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യുമലാകല്ലേ ചെയ്യാം, ചെറിയ ചിരലുകൊണ്ടാക്കിയാൽ. അതുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഹസഫ് എന്ന് പറഞ്ഞാൽ അതാണ്, ചിരലിക്കല്ല്, ചെറിയ ചിരലിക്കല്ല്. അപ്പോൾ അതുകൊണ്ട് മനോഹരം ചെയ്യുമ്പോൾ എന്താവും, കയ്യുമലായി പോവും. അപ്പോൾ അത് ഒഴിവാക്കണം. അല്ല, ഹസഫ് എന്ന് പറഞ്ഞാൽ സിഗാറുൽ ഹസാന, ചെറിയ കല്ലിനാ പറയും. ചെറിയ ചിരക്കല്ലുകൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല. മനോഹരം ചെയ്ത് കഴിഞ്ഞാൽ കയ്യുമക്കാകും. കുറച്ച് വലിയ കല്ലാണെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് ഫഹ്മിൻ, കരിക്കട്ട കൊണ്ടും. കരിക്കട്ട കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗുഹ്യം വൃത്തികേടാകല്ലേ ചെയ്യാം, അല്ലേ? അത് അഴുക്കുപുരളല്ലേ ചെയ്യുക കരിക്കട്ടയാവുമ്പോൾ. അടുത്തത് സുജാജിൻ, ഗ്ലാസ് കൊണ്ട്. ജിസ്സിൻ, അതുപോലെ തന്നെ ജിസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക സാധാരണ? കുമ്മായോ അങ്ങനെ പറയില്ലേ? ജിസ്സിനെന്താ പറയല്? പിന്നെന്താ? അടുത്തത് ഷൈഇ മുഹ്തറമീൻ, ബഹുമാനിക്കപ്പെടേണ്ട മാനിക്കപ്പെടേണ്ട വസ്തു കൊണ്ടും. ഉദാഹരണം ഹിർഖത്തി ദീബാജിൻ, പട്ടിൻ്റെ തുണിക്കഷ്ണം പോലെ. ഖുത്തിൻ, പഞ്ഞിയുടെ ഇഷ്ടം പോലെ. അവിടെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കുമല്ലോ. എന്തിനാ വെറുതെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കേണ്ട ആവശ്യം? അപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാരണത്താൽ എന്താക്കരുത്, പട്ടിൻ്റെ കഷ്ണം പട്ടുകൊണ്ടും അതേമാതിരി കുത്തിനുണ്ടല്ലോ പഞ്ഞി, അതുപോലെയുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ മനോഹരം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അതിനൊക്കെ വില ഉണ്ടല്ലോ. അപ്പോൾ കല്ലെന്നെ മതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വില ഇല്ലാത്ത സാധനം കൊണ്ടാവലാണ് സുന്നത്ത്. പിന്നെ ഇല്ലാമിൻ ഉദിരിൻ. എന്നിട്ട് അടുത്തത് വബിൽ യുംന, വലത് കൈ കൊണ്ട് മനോഹരം ചെയ്യൽ കറാഹത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലത് കൈ കൊണ്ട് എന്താകരുത്, നെക്കല് തടവരുത്. ഹലാലിൽ ചെന്നാൽ വലത്തെ കൈ കൊണ്ട് നിങ്ങൾ തടവരുത്. നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഒറ്റ ശ്വാസത്തിന് കുടിക്കരുത് എന്നുള്ളൊരു ഹദീസുണ്ട്. ഇല്ലാമിൻ ഉദിരിൻ, ഇടതേ കൈ കൊണ്ട് ചെയ്യുന്നതിന് കാരണമുണ്ടെങ്കിൽ ഒഴികെ. അപ്പം പിന്നെ വേറെ ഇടത് കൈ കൊണ്ട് തന്നെ ചെയ്യാം, വലത് കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഇടത് കൈയിന് പ്രശ്നം ഇല്ലാമിൻ ഉദിരി എന്ന് പറഞ്ഞാൽ ഇടത് കൈയിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴികെന്നർത്ഥം. വലത് കൈ കൊണ്ട് മനോഹരം ചെയ്യൽ കറാഹത്താണ് ഇല്ലാമിൻ ഉദിരിൻ, ഇടത് കൈയിന് പ്രയാസം ഉണ്ടെങ്കിൽ ഒഴികെ. അപ്പോൾ ഇടത് കൈ കൊണ്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ വലത് കൈ കൊണ്ട്, പ്രയാസം ഉണ്ടെങ്കിൽ വലത് കൊണ്ട് കറാഹത്തില്ല എന്ന് മനസ്സിലായി. യദ്ഖുലുൽ ഖലാ ബിരിജിഹിൽ യുസ്ര, നമ്മൾ വളരെ സിമ്പിൾ പാടാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. യദ്ഖുലുൽ ഖലാ, ഖലാ എന്ന് പറയും. നമ്മളെന്തായാലും പറയൽ ബാത്റൂം എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഖലാ എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത സ്ഥലം എന്നാണ്. ബാത്റൂമിൽ ആളുണ്ടാവില്ലല്ലോ, വാതിലടച്ചിട്ട് ഒറ്റക്കല്ലേ ആവുക. ഖലായിൽ പ്രവേശിക്കണം ബിരിജിഹിൽ യുസ്ര, ഇടത് കാല് കൊണ്ടാണ്.
പ്രവേശിക്കേണ്ടത്. ശൈത്താന്മാർ പങ്കെടുക്കുന്ന സ്ഥലമാണ് ഖലാ. അപ്പോൾ അവിടേക്ക് കയറുമ്പം ഇടത് കാലാണ് വെക്കേണ്ടത്. ശൈത്താനെ നമ്മൾ അവൻ്റെ സാന്നിധ്യം നല്ലോണം തിരിച്ചറിയണേ. നമ്മളിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഖലായിലേക്ക് പോകുമ്പോൾ അവിടെ ശൈത്താന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഇടത് കാല് വെച്ച് തരാം. ഹനഫി മദ്ഹബിൽ തല മറക്കാൻ പാടില്ല എന്നുണ്ടോ? ആർക്കറിയാം? ഇല്ലല്ലേ? തല മറച്ചല്ലേ കയറേണ്ടത്? ആ, തല മറച്ച് ഇടത് കാല് വെച്ച് കയറണം. അത് സുന്നത്താണ്. വലിഹാദ വയസ്തഈദു ബില്ലാഹി, അള്ളാഹുവിനോട് കാവൽ തേടണം. ഇസ്തആദ എന്ന് പറഞ്ഞാൽ ഇഅ്തസമ, അള്ളാഹുവിനോട് കാവലിനെ തേടണം. മിന ശൈത്വാനിർ റജീം, ഖബല ദുഖൂലി, പ്രവേശിക്കുന്നതിന് മുമ്പ്, അവറത്തൊക്കെ വെളിവാക്കുന്നതിന് മുമ്പ് തന്നെ, പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ. ഒരു ഹദീസുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സത്റുമാ ബൈന അയ്യുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദം, മനുഷ്യൻ്റെ കണ്ണിൻ്റെയും ജിന്നുകളുടെ കണ്ണുകൾക്കുമിടയിലുള്ള മറ നിങ്ങൾ ഖലായിൽ പ്രവേശിച്ചാൽ യഖൂല ബിസ്മില്ലാ എന്ന് പറയലാണ്. ബിസ്മില്ലാ ഔദൊക്കെ സുന്നത്താണ്, ബിസ്മി ഔദൊക്കെ സുന്നത്താണ്. അപ്പോൾ അത് ചെല്ലലോടുകൂടി പിന്നെ നമ്മുടെ ഔറത്ത് ജിന്നുകൾ കാണൂല. അപ്പം ഔറത്ത് വെളിവാക്കുന്നതിന് മുമ്പാണല്ലോ ഇത് ചെല്ലേണ്ടത്. ഔറത്ത് വെളിവാക്കിയതിന് ശേഷമല്ല ഇത് ചെല്ലേണ്ടത്, അതിന് മുമ്പാണ് ചെല്ലേണ്ടത്. അങ്ങനെ ചെല്ലി കഴിഞ്ഞാൽ പിശാചുക്കൾ നമ്മളെ ഔറത്തേക്ക് നോക്കൂല, അല്ലെങ്കിൽ ഔറത്തിലേക്ക് നോക്കുകയും ചെയ്യും, നമ്മളെ ഔറത്തുമായിട്ട് തൊട്ട് കളിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വികാരം പുറപ്പെടുവിക്കുകയും തെറ്റായ ചിന്തകൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. ഇന്നൽ ഹുശൂശ മുഹ്തളറത്തുൻ മുത്തനബിൻ്റെ ഹദീസിന്, ഹുശൂശ് എന്ന് പറഞ്ഞാൽ ഹുഷ്, കക്കൂസുകൾ, മുഹ്തളറത്തുൻ ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. നല്ല ജിന്നുകളല്ല ഉണ്ടാവുക, ഫാസിഖീങ്ങളായ ജിന്നുകളാണ് ഉണ്ടാവുക. വൃത്തിയില്ലാത്ത സ്ഥലമാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അഊദു ബില്ലാഹി മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറയാം. ഖുബൂസ് എന്ന് പറഞ്ഞാൽ ആണ് പെൺ പിശാചും, ഖബായിസ് എന്ന് പറഞ്ഞാൽ പെൺ പിശാച്. അപ്പോൾ ആണും പെണ്ണും പൊളക്കണ സ്ഥലമാണ്, ആണും പെണ്ണും കൂത്താടുന്ന വൃത്തികേട് കാണിക്കുന്ന സ്ഥലമാണ് കക്കൂസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാക്കരുത്, പിശാചിന് അവസരം കൊടുക്കാൻ പാടില്ല. പിന്നെ വേജിലിസ് മുഅ്തമിദനലാസി, ഇടത് കാലിന് കനം കൊടുത്തുകൊണ്ടാണ് ഇരിക്കേണ്ടത്. വേജിലിസ് മുഅ്തമിദൻ അലാ യസാരിഹി, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇടത് ഭാഗത്താണ് നമ്മളെ വസ്തുക്കളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് ഭാരം കൊടുത്തിരിക്കുമ്പോൾ എന്താവും, ഉള്ളിലുള്ള മൂത്രവും കാഷ്ടമൊക്കെ പെട്ടെന്ന് പുറത്ത് പോയിക്കോളും. അത് വേണം. അത് ആരോഗ്യപരമായൊരു സംഗതിയാണ്, ശാരീരികമായൊരു വശമാണ്. മറ്റത് പിശാചിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. വെജിലിസ് മുഅ്തമിദിനലാസ, ഇടത് കാലിൽ ഭാരം കൊടുത്തുകൊണ്ടിരിക്കണം. വലായത്തക്കെല്ലാം ഇല്ല എന്നുണ്ട്, അത്യാവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. അത്യാവശ്യമില്ലാതെ സംസാരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോപ്പുണ്ടാവും. വൈക്രവ് തഹരീമൻ ഇസ്തിഖ്ബാൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണ്. തഹരീമിൻ്റെ കറാത്ത് എന്ന് പറഞ്ഞാൽ ഹറാമ് എന്നാണ് അർത്ഥം. തൻസീഹിൻ്റെ കറാത്തും തഹരീമിൻ്റെ കറാത്തും രണ്ടെണ്ണം ഉണ്ട്. തൻസീഹിൻ്റെ കറാത്ത് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന കറാത്ത്, അതിന് കുറ്റം കിട്ടില്ല. തഹരീമിൻ്റെ കറാത്ത് എന്ന് പറയുമ്പോൾ ഹറാമ് തന്നെയാണ്. അപ്പോൾ ഖളാഉ രാജ്യത്തിൻ്റെ നേരത്ത് ഫർജ് ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണ്. ശുദ്ധിയാക്കുമ്പോഴല്ലേ നമ്മൾ പറഞ്ഞത്, ഈ സാധനം പുറപ്പെടുന്ന നേരത്ത്. ശുദ്ധിയാക്കാൻ നമ്മൾ എങ്ങോട്ട് ഇരുന്നാലും അത്ര വിഷയമുള്ള കാര്യമല്ല. ഈ മൂത്രോ കാസ്റ്റോ പുറപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഖിബ്ലയിലേക്ക് മുന്നിടാൻ പാടില്ല. വലൗ ഫിൽ ബുന്യാനി, അത് കെട്ടിടത്തിനകത്താണെങ്കിലും. ഇത് ഷാഫി മദ്ഹബ് യോജിക്കുന്ന ഒരു സ്ഥലമാണ്. ഷാഫി മദ്ഹബിൽ കെട്ടിടത്തിൻ്റെ അകത്താണെങ്കിൽ ഹറാമില്ല എന്നാണ് മസല. ഇപ്പോൾ കക്കൂസല്ലേ, ബാത്റൂമൊക്കെ അല്ലേ ഇപ്പോഴല്ലേ, അല്ലെങ്കിൽ വെളിയിട എന്താണ് പറയാ, പ്രയോഗം എന്താ, വെളിയിട വിസർജനം എന്നല്ലേ പറയാം. പുറത്തുള്ള വിസർജനമായിരുന്നു ഇക്കാലം വരെ ഉണ്ടായിരുന്നത്. അപ്പം ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും പാടില്ല. കെട്ടിടത്തിലാണെങ്കിലും ഇത് ഹനഫി മദ്ഹബ് ഷാഫി മദ്ഹബിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു മസലയാണ്. അപ്പോൾ ഇസ്തിഖ്ബാലു ഐനി ശംസി വൽ ഖമരി, ഇത് നമ്മുടെ മദ്ഹബിലില്ല. സൂര്യൻ്റെ തടിയോടും ചന്ദ്രൻ്റെ തടിയോടും തിരിഞ്ഞിരിക്കലും കറാഹത്താണ്. ഇവിടെ ഇപ്പോൾ ഹറാമാണ് എന്നാണ് മനസ്സിലാക്കുക. കാരണം നേരത്തെ ഹറാമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത്.
തഹരീമിൻ്റെ കറാത്താണ് ഖിബിലക്ക് മുന്നിടൽ. അങ്ങോട്ട് അത്ഫ ചെയ്തിട്ടാണ് പറയുന്നത് ഇസ്തിഖ്ബാലു ഐനി ശംസി വൽ ഖമരി, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നേരെ ആ പിണ്ടത്തോട് മുന്നിട്ടും പിന്നിട്ടും കറാഹത്താണ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ രണ്ട് ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും. ഹദീസ് ഉണ്ടല്ലോ, ആയത്താനി മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ട വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒരുപാട് നിഅമത്ത്, ഈ ഭൂമിയുടെയും ഭൂമിയിലുള്ള സർവ്വവസ്തുക്കളുടെയും നിഅമത്ത് കിടക്കുന്നത് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും. അപ്പോൾ അതിനോടുള്ള ഒരു ബഹുമാനം എന്ന രീതിയിൽ അങ്ങോട്ടും മുന്നിട്ടും പിന്നിട്ടും മനോഹരം കാഷ്ടിക്കാനും മൂത്രിക്കാനും പാടില്ല. അവിടെ ഇസ്തിദ്ബാർ പറഞ്ഞില്ല, ഇസ്തിഖ്ബാലേ പറഞ്ഞിട്ടുള്ളൂ. സൂര്യനും ചന്ദ്രനാകുന്നിടത്ത് ഇസ്തിഖ്ബാലേ കറാത്തുള്ളൂ, ഇസ്തിദ്ബാർ പ്രശ്നമല്ല. ഖിബലയിലേക്ക് ഇസ്തിഖ്ബാലും ഇസ്തിദ്ബാറും ഹറാമാണ്. ഈ വ്യത്യാസമുണ്ട്. ഓ മഹബി ദീഹി, കാറ്റടിച്ച് വീശുന്നിടത്തും കറാത്താണ്. കാരണം കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഹബ്ബ എന്ന് പറഞ്ഞാൽ വീശി എന്നാണ് അർത്ഥം. വായി യബൂലാവ് യതഗവ്വത ഫിൽ മായി, വെള്ളത്തിൽ കാഷ്ടിക്കലും മൂത്രിക്കലും ഹറാമാണ്, തഹരീമിൻ്റെ കറാഹത്താണ്. ബാല എന്ന് പറഞ്ഞാൽ മൂത്രിച്ചു, ബാല യബൂരു. തഗവ്വത യഗവത്തു, ഗായിത്ത് എന്ന് പറഞ്ഞാൽ കാഷ്ടം എന്നാണ്. അപ്പോൾ തഗവ്വത യതഗവത്തു ആണ് കാഷ്ടിക്കൽ. ആ യതഗവ്വത ഫിൽ മായി, അതിന് കടലിലാണെങ്കിലും പുഴയിലാണെങ്കിലും ഒക്കെ ഹറാമാണ്. വല്ലില്ലി, ആൾക്കാരിയ്ക്കുന്ന തണൽ, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ സാധാരണ തണലല്ല. ആൾക്കാരിയ്ക്കുന്ന തണലിൽ പോയിട്ട് ആൾക്കാരിയ്ക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടാവും, ജനങ്ങൾ ശപിക്കുന്ന ഒരു സാഹചര്യം വരരുതല്ല. ആരെ ഇവിടെ കാഷ്ടിച്ച് മൂത്രിച്ച് വെച്ച അയ്യേ വൃത്തികെട്ടവൻ, ഇങ്ങനെ ആളുകളുടെ ശാപത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. ഇത് അനുവദനീയമായ സ്ഥലമാണെങ്കിൽ, ആരാൻ്റെ പറമ്പിലാണെങ്കിൽ പിന്നെ ഏതായാലും പാടില്ല, ആറാം തന്നെ. വൽ ഹജരി, വൽ ഹജറല്ല, എന്താ വൽ ജുഹരി എന്നല്ലേ, ആ കിതാബിൽ ഹജർ എന്നുള്ള ജുഹർ. മാളത്തിലും ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാളത്തിൽ മൂത്രയിക്കാനും കാഷ്ടിക്കാനും നിരോധിച്ചിട്ടുണ്ട്. കാരണം അതിലെന്തെങ്കിലുമൊക്കെ ജന്തുക്കളോ തവളയോ ഞണ്ടോ അല്ലെങ്കിൽ പാമ്പോ ഉറുമ്പളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇത് സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ, നല്ല ചൂടുണ്ടാവും, മൂത്രമാവും, കാഷ്ടാവും, നല്ല മണവും ഉണ്ടാവും. ഒത്തരീഖ്, വഴിയിലും മക്ബറയിലൊക്കെ. തഹത്ത ഷജറത്തി മുസ്മിറത്തിൻ, പഴമുണ്ടാകുന്ന മരത്തിൻ്റെ ചുവട്ടിലും. കാരണം അത് പഴത്തിന് നശിപ്പിക്കലാണ്. കാരണം പഴം താഴെ വീഴുമ്പോൾ അതിലേക്ക് നജസൊക്കെ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരത് പൊറുക്കാനൊക്കെ വരുമ്പോൾ അവരെ കാലുകളും മറ്റുമൊക്കെ കാഷ്ടാവൂലേ. തഹത്ത ഷജറത്തി മുസ്മിറത്തിൻ. വൽ ബൗലു ഖായിമൻ, നിന്ന് മൂത്രയിക്കൽ കറാഹത്താണ്. ഈ കറാഹത്ത് ഹറാമനാണോ കറാഹത്തനാണോ എന്നുള്ള ഖിലാഫുണ്ട് കേട്ടോ. കാരണം നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം നജസാകും എന്നുള്ളതാണ്, നിൽക്കലല്ല വിഷയം. അത് നജസാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല അതൊക്കെ അറബിയുടെ സ്വഭാവമാണ്, അതൊരു മാന്യന്മാരെ പണിയല്ല നിന്ന് മൂത്രയിക്കുക എന്നുള്ളത്. ജഫാഗ് എന്നതിന് പറയാം, ഒരു അപരിഷ്കൃത രീതിയാണ് നിന്ന് മൂത്രയിക്കുക എന്നുള്ളത്. പരിഷ്കാരികളത് ചെയ്യൂല. ഇല്ലാമിന് ഇതിന് കാരണം ഉണ്ടെങ്കിൽ ഒഴികെ. ഇപ്പോൾ ഉരവേദനയ്ക്ക് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്, ഉരവേദന, നടുവേദന. അങ്ങോട്ട് പറയുന്നത് തഹരീമിൻ്റെ കറാഹത്താണെന്നാണ് അത്ഫെന്ന് മനസ്സിലാവുക. പക്ഷെ ഒരു ഖിലാഫ് ഉണ്ട് നമ്മുടെ മദ്ഹബിൽ, തഹരീമാണോ തൻസീഹാണോ എന്ന് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് വയഖ്റുജു മിനൽ ഖലായി ബിരിജ്ലിഹിൽ യുംന. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാണ്. ദിക്ർ എഴുതിയ വസ്തുവുമായി ഖലായിൽ പ്രവേശിക്കൽ കറാഹത്താണ്. മൊബൈലെന്ന് പേര് പെടൂലേ കാരല്ലേ? മൊബൈലിൽ ഇപ്പോൾ ഖുർആനും ദിക്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മക്തൂബും ഫീഹി ഇസ്മുല്ലാ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അതൊരു കിതാബത്തൊന്നും കാണാനില്ലല്ലോ. വെള്ളത്തിലൊക്കെ അക്ഷരം പഴുന്ന മാതിരി ഒരു സാധനമല്ലേ, വന്നാൽ പോയി ഉള്ളിൽ കുതുക്കുന്ന വേറെ സാധനമല്ലേ.
പിന്നെ നമ്മൾ നിർത്തുക, 30 മിനിറ്റായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അല്ലാഹു ഈമാനോടുള്ള മരണം പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.